നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുറെ നേരമായി ഞങ്ങൾ വന്നിട്ട്. എയർപോർട്ടിൽ പോലും ഇല്ലല്ലോ മോളെ ഇത്രയും വലിയ ചെക്കിങ്. മോളുടെ ഭർത്താവിന് അറിയണം ഞങ്ങൾ എന്തിനാ വന്നേന്ന്. എന്നിട്ട് പറഞ്ഞു പറയാതെ ചന്ദ്രയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാ അതൊക്കെ അദ്ദേഹത്തോട് പറയാൻ പോയത്? മോളെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. രൂപ ഒന്നും രണ്ടും അല്ല, 25 ലക്ഷമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. മരിക്കുന്നതിന് മുമ്പ് വരെ കൃത്യമായി നടേശ സാർ പലിശ തന്നിരുന്നതാ. ഇപ്പൊ മുതലും ഇല്ല പലിശയില്ല. മുതൽ തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പലിശ ആയാലും മതി. പക്ഷെ അത് കൃത്യമായിട്ട് തന്നിരിക്കണം. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് മോളേത്. മോള് ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? പിന്നെ ഞാൻ എന്ത് പറയണം? ഞാൻ വാങ്ങിയ കടമൊന്നും അല്ലല്ലോ. വാങ്ങിയ ആളിപ്പൊ ജീവിച്ചു ഇരിപ്പില്ല. ഞാനെന്തിനാ കാശ് തിരിച്ചു തരണം? എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ അച്ഛന് കടം കൊടുക്കുമ്പോ അന്നൊരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നായിരുന്നു. അതിന്റെ താഴെ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് മോള് തന്നെയാ. ഏതെങ്കിലും കാരണവശാൽ കാശ് തരാൻ അച്ഛൻ തയ്യാറായില്ലെങ്കിൽ അത് തന്നോളാന്ന് വാക്കാലെ സമ്മതിച്ചതാ. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു? എനിക്ക് സൗകര്യമില്ല തരാൻ. നിങ്ങളോട് കേസ് മോളെ ഞങ്ങളോട് ഇടയരുത്. ഇടഞ്ഞാ മഹാവൃത്തിയോട്ടോമാരാ ഞങ്ങള്. അതെ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എന്നാ നീ താടാ കാശ്. കാശ് കൊടുക്കാൻ അറിയെങ്കിലേ അത് വാങ്ങിക്കാനും ഞങ്ങൾക്ക് അറിയാം. എന്നാ വാങ്ങടോ. വീട്ടിൽ കയറി വന്ന് ഇടപോടെന്ന് വിളിച്ചാണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ഞങ്ങളെ പറ്റിക്കാൻ നോക്കണല്ലേ? എത്ര ദിവസം നീ ഇതിനകത്ത് കയറി അടയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണം. പുറത്തിറങ്ങുമല്ലോ, അപ്പൊ കാണാം. ഇറങ്ങിപ്പോടോ പുറത്ത്. പോട്ടെ മോളെ, കാണാം. മുതലും പലിശയും പലിശയുടെ പലിശ വാങ്ങിച്ചില്ലെങ്കിൽ മുടി പഠിച്ച് ഞങ്ങൾ പളനിക്കും വേളാങ്കണ്ണിക്കും പോവും. കണ്ടോ? വടാ. അവിടെ തന്നെ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ മോളെ? അവര് ചുമ്മാ ഒന്നും അല്ല. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് പ്രൂഫുണ്ട്. എടി, ഒന്നും അല്ലെങ്കിൽ നീ ഒരു വക്കീലല്ലേ? പ്രോമിസറി നോട്ടിന്റെയും ചെക്കിന്റെയും വില എന്താണെന്ന് നിനക്കറിയില്ലേ? അച്ഛൻ വാങ്ങിയ കാശ് ഞാൻ എന്തിനാ കൊടുക്കുന്നേ? ദേ, ആ പണമിടപാടിൽ നീ ഒരു സാക്ഷിയല്ലേ? കൊടുത്തേ പറ്റൂ. പിന്നെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇതെന്താ വല്ല മാർക്കറ്റുമാണോ? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കാൻ. എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വീടാണെന്നറിയാമോ? ഈ വക തോന്നിയാസങ്ങളൊന്നും ഇനിയിവിടെ പറ്റില്ല. ഇത്തരം ആളുകൾ ഇനിയിവിടെ കയറി വരാൻ പാടില്ല. അയ്യോ, അതെങ്ങനെയാ അച്ഛാ? നാട് മുഴുവൻ കടം ഉണ്ടാക്കി വെച്ച് മരിച്ചു പോയൊരു തന്തയുടെ മോളല്ലേ ഇത്? കടക്കാർ ഇനി അന്വേഷിച്ച് വരാതിരിക്കുന്നതേ ഉള്ളൂ. നടേശൻ സാറിന് ഇത്രയും കടം വരാൻ എന്താ കാരണം? എനിക്കറിയില്ല. അതെന്തായാലും ശരി, ഇത്തരം രംഗങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കരുത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിളിച്ചിട്ടാണോ അവര് വരുന്നത്? നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി നീയുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇവിടെ വരാൻ പാടില്ല. അത് നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും. കള്ള ഒളിച്ചോട്ടം ഉണ്ടാക്കി പോലീസുകാരെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുന്ന നല്ല മിടുക്കായിരുന്നല്ലോ. ആ മിടുക്കിന്റെ 100-ലൊരു അംശം മതിയല്ലോ ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ. താനി ഗുണ്ടകളാവുമാര്. കാശ് കൊടുക്കാതെ രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. 25 ലക്ഷവും അതിന്റെ പലിശയും എവിടുന്ന് എടുത്ത് കൊടുക്കും? എവിടുന്ന് വേണമെങ്കിലും എടുത്ത് കൊടുത്തോട്ടെ. ഇത്തരം തലവേദനകളൊന്നും ഈ വീടിന്റെ പടി കയറി വരാതിരുന്ന മാത്രം മതി. ഞങ്ങൾ പറയുന്നത് ഗൗരവത്തിലെടുക്കണം. മാനവും മര്യാദയായിട്ട് കഴിയുന്നവരാ ഞങ്ങൾ. ഞങ്ങളുടെ അഭിമാനം കളയുന്ന ഒരു നടപടിയും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. മനസ്സിലായല്ലോ?
നിങ്ങള് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. എന്ത് കാര്യത്തിലാ നിനക്ക് ഞാൻ മറുപടി തരണ്ടേ? ദേവിക ആ ജോലിക്ക് പോവാൻ പാടില്ല. അത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? സർക്കാർ നിശ്ചയിച്ച കാര്യം ഞാൻ വിചാരിച്ചത് മാറ്റാൻ പറ്റും. പറ്റുമെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ശരത്തുമാൻ പറഞ്ഞതായിരിക്കും. ആര് പറഞ്ഞതാണെങ്കിലും ആ ജോലി എനിക്ക് വേണം. നിനക്കോ? എന്നതിന്? അതിനെന്തർഹതയാ നിനക്കുള്ളത്? ക്വാളിഫിക്കേഷൻ. പാർവതി, ആശ്രിത നിയമനത്തിൽ ജോലി കിട്ടുന്നതിന് ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊരു കീഴ്വഴക്കം പോലും ഉണ്ട്. അതൊക്കെ തെറ്റിച്ചുകൊണ്ട് നിനക്ക് ജോലി തരണമെന്ന് പറഞ്ഞാ അത് കേൾക്കാനിരിക്കുമല്ലേ സർക്കാരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ. അതിരിക്കട്ടെ, അവക്ക് എന്ത് അർഹതയാ ഉള്ളത് ഈ ജോലിക്ക് കയറാൻ? നിയമപരമായിട്ട് സുധിയുടെ ഭാര്യ ദേവിക, അതാണ് അർഹത. ഒരു ദിവസം പോലും അവള് സുധിയുടെ കൂടെ കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ അവള് ഭാര്യയാവും? ഭാര്യയാകാൻ കൂടെ കഴിയണമെന്ന് നിന്നോട് ആരാ പറഞ്ഞു? താലി കെട്ടിയില്ലേ? രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലേ? അത് മതി. അതാ യോഗ്യത, അതാ തെളിവ്. ഞാൻ സമ്മതിക്കില്ല. ആ ജോലി എനിക്ക് തന്നെ വേണം. നിനക്കത് കിട്ടാൻ പോകുന്നില്ല, വെറുതെ വാശി പിടിക്കണം. നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണ ദേവികയ്ക്ക് ആ ജോലി കിട്ടാൻ പോകുന്നേ. അങ്ങനെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തർക്കിക്കാൻ ഞാനില്ല. സ്വന്തം മോളെ പോലും ഓർത്തില്ലല്ലോ നിങ്ങള്. ദേവികയെ എനിക്ക് എന്റെ മോളാ. എത്ര തവണ ഞാനത് പറഞ്ഞു, എന്നിട്ടും അത് നിന്റെ തലേ കേറുന്നില്ലല്ലോ പാർവതി. എനിക്ക് ഇനി ഈ വിഷയത്തിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഈ ജോലി ദേവിമോക്ക് തന്നെ കിട്ടും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ജീവൻ പോട്ടേന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. വെറുതെ എന്നോട് വഴക്കിന് വന്നാലുണ്ടല്ലോ, മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നോണം. ഇല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും, കേട്ടല്ലോ? രക്ഷയില്ല പാർവതി, അവന്റെ മനസ്സ് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. ആ ജോലിയെക്കുറിച്ച് മറക്കുന്നതായിരിക്കും നല്ലത്.